നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. വിധിയെഴുത്ത് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട വോട്ടുറപ്പിക്കലിന്റെ തിരക്കിൽ സ്ഥാനാർത്ഥികൾ. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ വോട്ടർമാരെയും മതമേലധ്യക്ഷന്മാരെയും നേരിൽ കാണുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. അവസാന ദിവസവും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മിക്ക സ്ഥാനാർത്ഥികളും. സ്വീകരണങ്ങളും പ്രവർത്തകരുടെ ആരവങ്ങളുമില്ലാതെ നിശബ്ദമായി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. മണ്ഡലങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും എത്തി അവസാന ഓട്ടപ്പാച്ചിൽ നടത്തുകയാണ് ഓരോരുത്തരും. ഇടഞ്ഞു നിൽക്കുന്ന സാമുദായിക നേതാക്കളെ കാണുകയാണ് സ്ഥാനാർത്ഥികൾ ചിലരുടെ ഇന്നത്തെ പ്രധാന പരിപാടി. മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം തേടുന്നവരുമുണ്ട്. മാർക്കറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ചായിരുന്നു തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചരണം. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ആലത്തൂരിലെ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ടർമാരെ നേരിൽ കാണാനാണ് ഇന്നത്തെ ദിവസം ഉപയോഗിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തിരക്കിലാണ് ചില സ്ഥാനാർത്ഥികൾ. വോട്ടർമാർക്ക് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ സ്ലിപ്പുകൾ വിതരണം ചെയ്തു. 20 സീറ്റുകളിലും വിജയമുറപ്പെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. 20 ഔട്ട് ഓഫ് 20 തന്നെ. ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ വ്യതിചരിച്ചിട്ടില്ല. ഞാനല്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതിചരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഫുൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്. സംസ്ഥാനത്ത് അട്ടിമറി വിജയം നേടുമെന്നും BJPക്ക് അനുകൂലമായ അടിയൊഴുക്കുണ്ടെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തില് അദൃശ്യവും അതിശക്തവുമായ ഒരു അടിയൊഴുക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കുകയാണ്. ഇടതുമുന്നണി തിളക്കമാർന്ന ജയം നേടുമെന്ന് A വിജയരാഘവൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നല്ല നിലയിൽ തന്നെ ജയിക്കും. ഏതുതരം അത്തരം കറൻസ് ഉണ്ടായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ ജയിക്കും. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ കൈമാറിയത്. ചൂട് പരിഗണിച്ച് ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി. സുരക്ഷ കണക്കിലെടുത്ത് 7 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 8 മണിയോടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയത്. വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വോട്ടിംഗ് മെഷീൻ പരിശോധിച്ച ശേഷം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉപകരണങ്ങൾ കൈമാറി. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം അതാത് കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ തിരിച്ചെത്തിക്കണം. തുടർന്ന് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. സംസ്ഥാനത്തെ 25,231 ബൂത്തുകളിലെ സുരക്ഷയ്ക്ക് 66,303 പോലീസുകാരെ വിന്യസിച്ചു. 1,700 പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനാ നിരീക്ഷണമുണ്ടാകും. ഇതിനു പുറമെ വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ട് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട കണ്ണൂർ മുഴക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ പതിച്ച മാവോയിസ്റ്റ് പോസ്റ്റർ പോലീസ് നീക്കം ചെയ്തു. പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിലാണ് നിരോധനാജ്ഞ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വയനാട്ടിൽ കിറ്റ് വിവാദം തുടരുന്നതിനിടെ BJPയുടെ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്ന് 167 ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ തെക്കുംതറയിൽ നിന്നാണ് കിറ്റുകൾ പിടിച്ചെടുത്തത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിതരണം ചെയ്യാൻ വെച്ചിരുന്ന കിറ്റാണ് പിടിച്ചത് എന്ന് LDFും UDFും ആരോപിച്ചു. BJPയുടെ പ്രാദേശിക നേതാവായ തെക്കുംതറ സ്വദേശി VK ശശിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയത് 167 കിറ്റുകൾ. 450 രൂപ മുഖവില വരുന്ന കിറ്റിൽ ഭക്ഷ്യസാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് കിറ്റുകൾ ഇവിടേക്ക് എത്തിച്ചതെന്നാണ് ആക്ഷേപം. കിറ്റുകൾ നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമമെന്ന് LDFും UDFും. തീർച്ചയായും ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ഇത്തരം കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് വോട്ട് സ്വാധീനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. ഇവരെ ആൾക്കാർ എല്ലാ കോളനിയും കയറി ഇറങ്ങി ഇന്ന് രാത്രി കിറ്റ് കൂടെ എത്തും, കിറ്റ് കൊണ്ടു തരുന്നതിൻ്റെ എല്ലാ സ്ഥലത്തും ഈ വെങ്ങപ്പള്ളി പഞ്ചായത്ത് മൊത്തം കറങ്ങിയിട്ടുണ്ട്. ഇവർ നടന്നുകൊണ്ട് പറഞ്ഞതാണ്. ഇവർ കിറ്റുകൾ സേവാഭാരതിയുടേതാണെന്ന് BJP പ്രാദേശിക നേതൃത്വം.
തെരഞ്ഞെടുപ്പിന് വിതരണം ചെയ്യാൻ എത്തിച്ചതല്ലെന്നും മറുപടി. ഇത് സേവാഭാരതി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് ഞങ്ങൾക്ക്. അവർ വിഷുവിന് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയതുകൊണ്ട് അവർ തന്നെ നിർദ്ദേശം തന്നു, പിന്നെ ഈ സമയത്ത് കൊടുക്കരുത്, ഇലക്ഷനാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, അതുവരെ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സേവാഭാരതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അയാൾ അവിടെ വെച്ചു എന്നേ ഉള്ളൂ. കൃത്യമായ ബില്ലുകൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല. തുടർ നടപടികളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റുകൾ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് കൊണ്ടുപോയി. 24 വയനാട്. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിലെത്തിയവർ ആയുധങ്ങൾ ഉപേക്ഷിച്ചതായി UDF പ്രവർത്തകരെ അപായപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമാണ് ആയുധങ്ങൾ എത്തിച്ചത് എന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. എന്നാൽ ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥ LDFനില്ല എന്ന് കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആലത്തൂരിലെ ആയുധ വിവാദം. LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനങ്ങളിൽ ഒന്നിൽ നിന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ചെന്നാണ് UDFന്റെ ആരോപണം. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് LDF ആയുധങ്ങൾ എത്തിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് CPM നേരിട്ട് നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. വലിയ ആസൂത്രിതമായിട്ടുള്ളത് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. മന്ത്രിക്ക് നേരിട്ട് പങ്കുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആരോപണം കള്ളമെന്ന് കെ രാധാകൃഷ്ണൻ. ആയുധം ഉപയോഗിച്ചല്ല, ബാലറ്റ് ഉപയോഗിച്ചുള്ള യുദ്ധത്തിനാണ് LDF മത്സരിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. അതെന്താ വെച്ചാൽ പിന്നെ ഇവരെന്താ വെച്ചാൽ ഇതിന്റെ പുറകെ വാഹനത്തിന്റെ പുറകെ വന്നിട്ട് വല്ല പിന്നെ ഈ വിട്ടകത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിച്ച് തെറ്റിദ്ധരിച്ചാലോന്ന് വെച്ചിട്ട് പുറത്തേക്ക് വരണ്ടെന്ന് വെച്ചിട്ട് അവരിവിടെ അത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. രാധാകൃഷ്ണന്റെ ബന്ധുവിന്റെ വാഹനത്തിലാണ് ആയുധം കടത്തിയതെന്ന് TN പ്രതാപനും ആരോപിച്ചു. മണ്ഡലത്തിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവിൻ്റെ വാഹനത്തിൽ നിന്നും ആയുധം കണ്ടെത്തിയത്. ഇതിന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണം. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്നാണ് ചേലക്കര പോലീസിന്റെ വിശദീകരണം. സമ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് ആലത്തൂരിൽ പുതിയ രാഷ്ട്രീയ വിവാദം ഉയർന്നിരിക്കുന്നത്. ഈ വിവാദത്തെ വോട്ടർമാർ സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം ശ്യാംകുമാർ, 24 ആലത്തൂർ. LDFും ഫാസിസ്റ്റ് ശക്തികളും ഒരേ തൂവൽ പക്ഷികളെന്ന് സമസ്ത കേന്ദ്ര മുശാവറ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സംരക്ഷണം ഏറ്റെടുക്കുന്ന CPIM പാർട്ടി ഗ്രാമങ്ങളിൽ മുസ്ലിം വിദ്വേഷ പ്രവർത്തനം നടത്തുന്നുവെന്നും ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ആരോപിച്ചു. സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ നോക്കുന്നത് പാഴ്വേലയെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇടതുപക്ഷത്തെ പിന്തുണച്ച് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം രംഗത്ത് വന്നതിന് പിന്നാലെ സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കൾ മുസ്ലിം ലീഗിന് പ്രതിരോധം തീർക്കുന്ന കാഴ്ച തുടരുകയാണ്. CPMനെ കടന്നാക്രമിച്ചുകൊണ്ട് സമസ്തയിലെ മുതിർന്ന അംഗമായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് ഇന്നെത്തിയത്. LDFും ഫാഷിസ്റ്റ് ശക്തികളും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പല ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകം ഫാഷിസത്തെയും കേരളത്തിലെ LDFനെയും ജനാധിപത്യ വിശ്വാസികൾ ഒരേ മനസ്സ് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മുസ്ലിം പെൺകുട്ടിയുടെ തട്ടമഴിപ്പിച്ചത് തങ്ങളാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ CPIM തട്ടമിട്ട പെൺകുട്ടികളെ വെച്ച് പരസ്യം ചെയ്യുന്നുവെന്നും വിമർശനം. അവർ 4 മാസം മുമ്പ് അവകാശവാദം ഉന്നയിച്ചു, ഞങ്ങളാണ് ഇവിടെ മുസ്ലിം പെൺകുട്ടികളെ തട്ടം വലിച്ച് ഊരിയത്. എന്നിട്ട് ആ തട്ടമിട്ട ഒരു പെൺകുട്ടിയെ തന്നെ അവർക്ക് പരസ്യത്തിൽ കൊടുക്കേണ്ടി വന്നു ഇന്നലെ. അത് അവരെ കുറ്റം പറയേണ്ടി അവരുടെ നയം അതാണ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. സമസ്തയിലെ ലീഗ് പക്ഷക്കാരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. സമസ്തയിൽ നിന്നുള്ള ഒരു ചെറിയ വിരുദ്ധ സംഘം കൂടി ഒരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അത് സമസ്ത ഒന്നിച്ചെതിർക്കും എന്നവർക്ക് ബോധ്യം തോന്നുന്നു. അങ്ങനെ വന്നപ്പോൾ സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ നോക്കുന്നത് പാഴ്വേലയെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇതൊക്കെ ഇതൊരു പാഴ്വേലയാണ്. സമസ്തയും ലീഗിനെയൊക്കെ തെറ്റിക്കാനൊക്കെ നോക്കുന്ന ഒരു പാഴ്വേലയാണ്. അവരെല്ലാം അവരെന്നെ പറഞ്ഞല്ലോ, പല രാഷ്ട്രീയക്കാരും പല ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്, അത് വേറെ കാര്യം. അതിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. ലീഗിനെ ലക്ഷ്യമിട്ട് സമസ്തയുടെ പേരിൽ ഇറക്കിയ ചോദ്യാവലിക്ക്
ബദൽ ചോദ്യാവലി പൊന്നാനി ടീം സമസ്ത കൂട്ടായ്മയുടെ പേരിൽ ഇന്ന് പുറത്തു വന്നു. ശരീഅത്ത് കാടൻ നിയമമാണെന്ന് പറഞ്ഞ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആര് എന്നിങ്ങനെ ഇടതുപക്ഷത്തെ പരിഹസിച്ചാണ് ചോദ്യങ്ങൾ. ലീഗ് നേതാക്കളുടെ മുൻകാല സമസ്ത വിരുദ്ധ പ്രസംഗങ്ങൾ കോർത്തിണക്കി പൊന്നാനിയിൽ ലീഗിനെതിരെ വീഡിയോ പ്രചാരണവുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സമീർ ബിൻ കരീം, 24, തിരൂർ. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ CPIM നേതാവ് EP ജയരാജൻ എന്ന് കെ സുധാകരൻ. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചെന്നും കെ സുധാകരൻ ആരോപിച്ചു. EP ജയരാജൻ ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ശോഭാ സുരേന്ദ്രനും രംഗത്ത് വന്നു. ആരോപണം അടിസ്ഥാനരഹിതമെന്നും സുധാകരനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. LDF കൺവീനർ EP ജയരാജനെതിരെ ഗുരുതര ആരോപണവുമായി കെ സുധാകരൻ. BJPയിൽ ചേരാൻ EP ജയരാജൻ ചർച്ച നടത്തി. ഓഫർ ഗവർണർ പദവി പാർട്ടിയിൽ ഒതുക്കപ്പെട്ടതിന്റെ നിരാശയാണ് ചർച്ചയ്ക്ക് EP-യെ പ്രേരിപ്പിച്ചതെന്നും കെ സുധാകരൻ. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജൻ്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച പിന്നെ ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി മുന്നോട്ട് പോയി. EP ജയരാജന്റെ BJP പ്രവേശനത്തിന് 90% ചർച്ചയും പൂർത്തിയായിരുന്നതായി ശോഭാ സുരേന്ദ്രൻ. ഡൽഹിയിലേക്ക് പോകാൻ TG നന്ദകുമാർ തനിക്ക് വിമാന ടിക്കറ്റ് എടുത്തു നൽകി. EP-യുടെ മകൻ വാട്സാപ്പിൽ സന്ദേശം അയച്ചതിന്റെ തെളിവുകൾ ഫോണിലുണ്ട്. EP-യുടെ മകനുമായി എറണാകുളത്തെ ഹോട്ടലിൽ ചർച്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ അവകാശപ്പെട്ടു. എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജൻ്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ്. ആരോപണം തള്ളി EP ജയരാജൻ. RSSനെതിരെ പോരാടി വന്നയാളാണ് താനെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും EP ജയരാജൻ. എനിക്ക് BJPയിലേക്കും RSSയിലേക്കും പോട്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സുധാകരൻ്റെ വക്കീൽ നോട്ടീസ് അയക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. കെ സുധാകരൻ BJPയിൽ പോകുമെന്ന ആരോപണമാണ് കണ്ണൂരിൽ LDF പ്രധാന ആയുധമാക്കിയത്. ഇതേ ആരോപണം ഉന്നയിച്ച് തിരിച്ചടിക്കുകയാണ് കെ സുധാകരൻ. 24 കണ്ണൂർ. പത്തനംതിട്ട കോന്നി മണ്ഡലത്തിലെ പോളിംഗ് ഓഫീസർമാരുടെ പട്ടിക ചോർന്നതിൽ നടപടിയെടുത്ത് ജില്ലാ കളക്ടർ. കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദു കൃഷ്ണനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പട്ടിക ചോർത്തിയത് LDF അനുകൂല സംഘടനയാണെന്ന് UDF ആരോപിച്ചു. ആരോപണം നിഷേധിച്ച LDF വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പോളിംഗ് സാമഗ്രികൾ വാങ്ങിയ ശേഷം മാത്രമാണ് ഉദ്യോഗസ്ഥരെ ഏത് പോളിംഗ് സെന്ററിലാണ് ഡ്യൂട്ടി എന്നറിയിക്കുക. ഈ വിവരമടങ്ങിയ രേഖയാണ് കഴിഞ്ഞ ദിവസം വാട്സാപ്പിലൂടെ ചോർന്നത്. കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദുകൃഷ്ണന്റെ അശ്രദ്ധ മൂലമാണ് പിഴവ് സംഭവിച്ചെന്ന വിലയിരുത്തലിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. ഫ്ലക്സ് പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അയക്കേണ്ട സന്ദേശത്തിനൊപ്പം ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും ഇയാൾ അബദ്ധത്തിൽ അയച്ചെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ കൂടുതലായിട്ട് ഇതിൽ ബാക്കി എന്തെങ്കിലും കാര്യം ഇൻവോൾവ് ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി നടത്താൻ വേണ്ടി RDO അടങ്ങുന്ന ഒരു ടീമിനെ ലോ ഓഫീസറും കൂടെ ചേർന്ന് ഒരു 3-അംഗ സമിതി നമ്മൾ രൂപീകരിച്ച് ഡീറ്റെയിൽ എൻക്വയറി നടത്തിയ ശേഷം ഇതിന് പിന്നിൽ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ലിസ്റ്റിലെ ഉദ്യോഗസ്ഥരെ പരസ്പരം മാറ്റി പ്രശ്നം പരിഹരിച്ചു. ഉദ്യോഗസ്ഥ ഗൂഢാലോചന എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വിശദ പരിശോധനയ്ക്കായി അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അതേസമയം രാഷ്ട്രീയ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. പക്ഷേ ഇത് എല്ലാ ബൂത്തുകളിലും ഈ മെസ്സേജ് ഇടതുപക്ഷ സംഘടനകൾ വഴിയും CPM വഴി എത്തി എന്നുള്ളതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് എല്ലാ ബൂത്തുകളിലും ക്യാമറ നിരീക്ഷണം വെക്കാനും നിരീക്ഷണം ഏർപ്പെടുത്താനും ഉള്ള ഉത്തരവാദിത്തം കൂടി കളക്ടർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആരോപണങ്ങൾ നിഷേധിച്ച LDF ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും പട്ടിക പുറത്തേക്ക് നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഏറ്റവും ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നത് ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും ഇത് പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കിയ ആളുകളാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് എങ്ങനെ ആന്റോ ആന്റണിക്ക് കിട്ടിയെന്നാണ് LDFിന്റെ ചോദ്യം. 24 പത്തനംതിട്ട.
കൊല്ലം പോരുവഴിയിൽ ജീവിച്ചിരിക്കുന്നയാളെ മരിച്ചെന്ന് കാണിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെന്ന് പരാതി. റിട്ടയർഡ് സ്കൂൾ അധ്യാപകനായ പോരുവഴി സ്വദേശി TK ഹനീഫയെയാണ് മരിച്ചതായി രേഖപ്പെടുത്തിയത്. വീട്ടിൽ വോട്ടേഴ്സ് സ്ലിപ്പ് നൽകാൻ എത്തിയപ്പോഴാണ് ഹനീഫയ്ക്ക് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. തന്റെ സ്ലിപ്പ് ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം BLOയുടെ കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെന്ന വിവരം അറിയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചവരോട് എന്ത് കാരണം കൊണ്ട് എൻ്റെ ഇല്ലല്ലോ, എൻ്റെ കോപ്പി ഇല്ലല്ലോ, എനിക്ക് കാർഡ് തന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവർ ഉണ്ട്, വേറെ മാറ്റിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇദ്ദേഹം മരണപ്പെട്ടതായി BLO റിപ്പോർട്ട് നൽകിയതായി മനസ്സിലാകുന്നത്. BLO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർ ലിസ്റ്റിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പേരൊഴിവാക്കിയതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതോടെ CPIMന്റെ പ്രാദേശിക ഭാരവാഹികളടക്കം സ്ഥലത്തെത്തി. തുടർന്ന് പേര് നീക്കിയത് സംബന്ധിച്ച ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ജീവിച്ചിരിക്കുന്ന താൻ മരിച്ചതായി രേഖപ്പെടുത്തി റിപ്പോർട്ട് അയച്ചത് എങ്ങനെയാണെന്ന് ഹനീഫ ചോദിക്കുന്നു. അരുൺ രാജ്, 24 കൊല്ലം. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മതസാമുദായിക നേതാക്കളെ സന്ദർശിച്ച് സുരേഷ് ഗോപി പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരുമായും NSS SNDP നേതൃത്വവുമായും കൂടിക്കാഴ്ച നടത്തി. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ NSSനും SNDPക്കും വികസന രേഖ സമർപ്പിച്ചു. മത്സരിക്കുന്ന മണ്ഡലത്തിലെ നിശബ്ദ പ്രചാരണം ഉപേക്ഷിച്ചാണ് സുരേഷ് ഗോപി മതസാമുദായിക നേതാക്കളെ കാണാൻ ഇറങ്ങിയത്. ആദ്യം കോട്ടയത്തെത്തി പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി. അരുവിത്തുറ പള്ളിയിലും പാലാ കുരിശുപള്ളിയിലുമെത്തി പ്രാർത്ഥിച്ച ശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമാണെന്നും രാഷ്ട്രീയമില്ലെന്നും സുരേഷ് ഗോപി. ഇതെന്റെ പ്രൈവറ്റ് വിസിറ്റാണ്. എനിക്ക് അരുവിത്തുറ പള്ളിയിൽ പോകണമെന്നുള്ളത് നേർച്ചയായിരുന്നു. അതിന് ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞ് എത്തണമെന്ന് വിചാരിച്ചു വന്നു. ആ കൂട്ടത്തിൽ തുടർന്ന് NSS ആസ്ഥാനത്തും സുരേഷ് ഗോപി എത്തി. സുകുമാരൻ നായരുമായി അരമണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തി. ശേഷം കണിച്ചിക്കുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയെയും കണ്ടു. തൃശൂരിൽ വിജയമുറപ്പാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നല്ല പ്രതീക്ഷയാണ്. ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങോട്ടെടുക്കണം? ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നു, ഞാൻ ഇങ്ങോട്ടെടുത്തിരിക്കുകയാണ്. 2019 മുതൽ അവിടെ ആരുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കും. ശോഭാ സുരേന്ദ്രൻ രാവിലെ തന്നെ ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറിയെ വന്നു കണ്ടു. പിന്നീട് വെള്ളാപ്പള്ളി നടേശനെയും വീട്ടിലെത്തി സന്ദർശിച്ചു. ഇരുവർക്കും വികസന രേഖയും കൈമാറി. സന്ദർശനത്തിന് രാഷ്ട്രീയമില്ലെന്ന് നേതാക്കൾ പറയുമ്പോഴും ലക്ഷ്യം മതസാമുദായിക വോട്ടുകൾ തന്നെയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഷിബിനൊപ്പം ടോബി ജോൺസൺ, 24. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടെന്ന UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ആരോപണം തള്ളി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്. മണ്ഡലത്തിൽ ഹാജരാകാത്തതോ മാറിപ്പോയതോ ആയ വോട്ടുകളാണ് ഉള്ളത് എന്നാണ് കളക്ടറുടെ വിശദീകരണം. കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവുമായി അടൂർ പ്രകാശ് രംഗത്തെത്തി. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ചൂട് പിടിച്ച ചർച്ചയായിരുന്നു UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ഉയർത്തിക്കൊണ്ടുവന്ന ഇരട്ട വോട്ട് വിവാദം. CPIMനെതിരെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ ഒളിയമ്പ. 1,72,000 ഇരട്ട വോട്ടുകൾ മണ്ഡലത്തിലുണ്ടെന്നായിരുന്നു ആരോപണം. അടൂർ പ്രകാശിന്റെ ആരോപണം ജില്ലാ കളക്ടർ തള്ളി. മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളില്ലെന്നും ഹാജരാകാത്തതോ സ്ഥലം മാറിപ്പോയതോ ആയ വോട്ടുകളാണുള്ളതെന്നും അതൊഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കയ്യിൽ ASD ആപ്പ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ആൾ വന്നാൽ അവർക്ക് ഡിക്ലറേഷൻ വാങ്ങിച്ചിട്ട് അവർ അവരുടെ ഫോട്ടോയും കൂടി എടുക്കും. അപ്പോൾ ആപ്പിൽ അപ്പത്തിന് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ വന്നു. കളക്ടർ നീതി നിർവഹണത്തിന് തയ്യാറാകണമെന്ന് അടൂർ പ്രകാശ്. നീതി നിർവഹണത്തിന് അദ്ദേഹം തയ്യാറാകേണ്ട ഒരാളാണ് എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇരട്ട വോട്ടുകളുണ്ടെന്ന ആരോപണം പാടെ തള്ളുകയാണ് LDF സ്ഥാനാർത്ഥി. ഒന്നിലധികം ഇലക്ഷൻ ID കാർഡ് ഉണ്ടെങ്കിലല്ലേ ഇരട്ട വോട്ടിന്റെ പ്രശ്നം വരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെ ആരും ഹോൾഡ് ചെയ്യാറില്ല. അത് നിയമവിരുദ്ധമാണ്, പിടിക്കപ്പെട്ടാൽ വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഇരട്ട വോട്ടെന്ന് പറയുന്ന സംവിധാനം ഇല്ല. കളക്ടർ പറഞ്ഞിരിക്കുന്നതാണ് 100% ശരി. അടൂർ പ്രകാശിന്റെ ആരോപണം NDA സ്ഥാനാർത്ഥി V മുരളീധരനും ആദ്യം മുതലേ മുഖവിലക്കെടുത്തിരുന്നില്ല. 24 തിരുവനന്തപുരം. നിശബ്ദ പ്രചാരണത്തിലും ഇന്ത്യ മുന്നണിയെ ചൊല്ലിയുള്ള തർക്കം കോട്ടയത്ത് സജീവം. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന് കാട്ടി LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പത്രപരസ്യം നൽകിയതാണ് ഇന്ന് ചർച്ചയായത്. ഇതിനെതിരെ UDF NDA സ്ഥാനാർത്ഥികൾ രംഗത്തു വന്നു.
ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസും തെരഞ്ഞെടുപ്പിന്റെ തുടക്ക സമയത്ത് ഇക്കാര്യം ഉയർത്തിക്കാട്ടിയിരുന്നില്ല. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന പേരിൽ വോട്ട് തേടുകയാണ് ചാഴികാടൻ. ദീപിക അടക്കമുള്ള പത്രത്തിൽ നൽകിയ പരസ്യത്തിലാണ് LDF ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. LDFിലുള്ള എല്ലാ പാർട്ടികളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് ചാഴികാടന്റെ വാദം. ഞങ്ങൾ LDFിലാണ്. LDFിലെ ഘടകകക്ഷികളെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. CPM ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. CPI ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. മറ്റ് ഘടകകക്ഷികൾ അതിന്റെ ഭാഗമാണ്. ഞങ്ങളും അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ LDF ആണ്, അതോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ്. എന്നാൽ പരാജയ ഭീതി മൂലമാണ് ഇത്തരം പരസ്യങ്ങളെന്നാണ് UDF പറയുന്നത്. LDF എന്ന് പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് ഇതെന്നും UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ഞങ്ങൾ വിമർശിക്കല്ലേ ഇത്, അവർ പറയുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ LDF ആണെന്ന് അവർ പറയുന്നില്ല എന്നുള്ളതാണ് ഇഷ്യൂ. ഞങ്ങൾ ഇന്നുവരെ വിമർശിച്ചില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് അവരവരുടേതായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം, അത് അവരുടെ ഇഷ്ടം. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു അവർ LDFിനൊപ്പം നിൽക്കണം ശരിയല്ല എന്ന് അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. LDF ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. LDFിന്റെ നിലപാടുകളും നയങ്ങളും ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാണംകെട്ട മത്സരമാണ് നടക്കുന്നതെന്നും ഇന്ത്യ മുന്നണിക്കായി രണ്ടുപേർ മത്സരിക്കുന്നത് ഗതികേടാണെന്നും തുഷാർ വെള്ളാപ്പള്ളിയും പ്രതികരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മത്സരം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ തന്നെ നേരത്തെ പരിശോധിച്ച് നോക്ക്. ഒരു നാണം കെട്ട മത്സരമല്ലേ. ഈ പറയുന്ന ഇന്ത്യ ഗവൺമെന്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് അവർക്ക് 2 സ്ഥാനാർത്ഥികളാണുള്ളത്. അത് വളരെ ഗതികേടെന്നേ എനിക്ക് പറയാനുള്ളൂ. ടോബി ജോൺസൺ, 24 കോട്ടയം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. വിദ്വേഷ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നിങ്ങളുടെ സമ്പത്ത് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുന്നുവെന്നും പ്രത്യേക വിഭാഗത്തിന് വീതിച്ചു നൽകുമെന്നും നരേന്ദ്രമോദി ആവർത്തിച്ചു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചർച്ച ചെയ്യാൻ സമയം ആവശ്യപ്പെട്ട് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. തോൽവി ഭയന്നാണ് പ്രധാനമന്ത്രി അസഭ്യം പറയുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് കത്തിൽ പറയുന്നു. കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരായ വിദ്വേഷം കലർന്ന വിമർശനം പ്രചാരണ വേദികളിൽ ഓരോന്നിലും ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. कांग्रेस सरकार ने कर्नाटका में जितने भी मुस्लिम समाज के लोग हैं, उच्च वर्ग के होंगे, धनी होंगे, व्यापारी होंगे, उद्योगपति होंगे, न्यायमूर्ति होंगे, कोई भी होंगे, बस सिर्फ मुसलमान होना चाहिए. ജനങ്ങളുടെ സമ്പാദ്യം സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് അത് പ്രത്യേക വിഭാഗത്തിന് നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ടെന്നാണ് ആരോപണം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക പോലും മുസ്ലിം ലീഗിന്റേതാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മുസ്ലിം വിഭാഗത്തെ OBCയിൽ ഉൾപ്പെടുത്തി. അധികാരത്തിലെത്തിയാൽ കർണാടക മോഡൽ രാജ്യത്താകെ നടപ്പിലാക്കാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോപണങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ BJPയിൽ നിന്ന് ഈ നീക്കം പ്രതീക്ഷിച്ചിരുന്നുവെന്ന് പറഞ്ഞു തുടങ്ങുന്ന കത്തിൽ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമുണ്ട്. മോദി പ്രധാനമന്ത്രി കസേരയുടെ അന്തസ്സ് താഴ്ത്തുന്നുവെന്നും തോൽക്കുമെന്ന് ഭയന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും അസഭ്യം പറഞ്ഞതെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഖർഗെയുടെ കത്തിൽ പറയുന്നു. 24 ഡൽഹി. ഇതോടെ പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.